പ്രേക്ഷകർക്കും പുതുവത്സരാശംസകളോടെ തൃക്കാക്കരയിൽ നിന്നും കാക്കനാട് നിന്നുമാണ് ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ന് തൃക്കാക്കരയിൽ ജനസദസ്സെത്തി. നവകേരള സദസ്സ് പതിവില്ലാത്ത വിധം മണിപ്പൂരിനെ കുറിച്ചും ക്രിസ്തുമസിനെ കുറിച്ചും ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതും സജി ചെറിയാന്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ KCBCയുടെ മറുപടിയും വന്നതിനു ശേഷമാണ് ഇന്ന് തൃക്കാക്കരയിലെ നവകേരള സദസ്സ് കൂടിയത്. ഇനി അവശേഷിക്കുന്നത് 2 സദസ്സുകൾ മാത്രമാണ് നാളെ. അതിലൊന്ന് പിറവം, മറ്റൊന്ന് കുന്നത്തുനാട്. കുന്നത്തുനാടും തൃപ്പൂണിത്തറയും. ഇന്ന് പിറവവും തൃക്കാക്കരയുമായിരുന്നു 2 നവകേരള സദസ്സുകളും. രണ്ടും പ്രതിപക്ഷത്തിന്റെ മണ്ഡലങ്ങളാണ്. ജപ്പാനിൽ സുനാമിയുടെ വാർത്ത വന്ന ദിവസമാണ്. ആ സുനാമി വന്നത് വലിയ ഭൂകമ്പത്തിന് ശേഷമാണ്. ഇവിടെ ഈ പുതുവത്സരത്തിൽ നമ്മൾ കാത്തിരിക്കുന്നതും ഇനി വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം വലിയ പരീക്ഷണശാലയിലേക്ക് ഒരു വോട്ടിന്റെ സുനാമി സൃഷ്ടിക്കുമോ നവകേരള സദസ്സ് എന്നതാണ്. ഒരു ഭാഗത്ത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ശക്തമായ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുന്നു. മറുഭാഗത്ത് ഇങ്ങ് കേരളത്തിൽ നവകേരള സദസ്സുമായി LDFന്റെ രാഷ്ട്രീയ പ്രചരണ യാത്ര സർക്കാരിന്റെ സംഘാടനത്തിൽ നടക്കുന്നു. തൃക്കാക്കരയിലെത്തിയ നവകേരള സദസ്സ് ഇന്ന് ജനങ്ങളോട് പറഞ്ഞ വിഷയങ്ങൾ, അതിനോടുള്ള പ്രതിഷേധം, ഇതെല്ലാം നമ്മൾ കണ്ടു. പതിവ് പോലെ ആചാരമുറ തെറ്റിക്കാതെ ഇന്നും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഇതിനുമപ്പുറം നവകേരള സദസ്സ് എന്താണ് കേരളത്തിന് നൽകുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിൽ നിന്നും കാക്കനാട്ടിൽ നിന്നും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ജനസഭയിലെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നവവത്സരത്തിൽ നവകേരളം എന്താണ് രൂപരേഖ? തൃക്കാക്കരയിൽ നിന്നും ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എനിക്കൊപ്പം അലി അക്ബർ ഷായും അർജുൻ മട്ടന്നൂരും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ഒപ്പം അതിഥികളായി CPMനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJPയെ പ്രതിനിധീകരിച്ച് S സജി, BJPയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി, ഒപ്പം മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചും UDFനെ പ്രതിനിധീകരിച്ചും തൃക്കാക്കര നിയോജക മണ്ഡലം കൺവീനറായ PK ജലീൽ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ആദ്യം ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലേക്ക്. ഇന്ന് പ്രതിഷേധത്തിന്റെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അലി അക്ബർ ഷായാണ്. പതിവാചാരം പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃക്കാക്കരയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയ 5 പേരെ കൂടി പോലീസ് കൊണ്ടുപോയി. അതല്ലേ ഇന്ന് സംഭവിച്ചത്? ആദ്യം പുറത്തു വന്ന പ്രതിഷേധ വാർത്ത അതായിരുന്നു. അതായത് കരുതൽ തടങ്കലിൽ 5 പേരെ എടുത്തു. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഞങ്ങൾ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങളെ കരുതൽ തടങ്കലിൽ എടുത്തതെന്നാണ്. 5 പേരെ തൃക്കാക്കരയിൽ. അതിനുശേഷം ഈ നവകേരള സദസ്സിന്റെ ബസ് വരുമ്പോൾ പാലാരിവട്ടത്ത് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം, സാധാരണഗതിയിൽ ഇതുവരെ തുടർന്ന് വന്നതുപോലെ ഒരു കരിങ്കൊടി പ്രതിഷേധം. 4 പേർ റോട്ടിലേക്ക് ചാടിയിറങ്ങി ബസ് തടഞ്ഞു. തെറ്റിക്കാൻ പറ്റുന്നില്ലല്ലോ. തീർച്ചയായും അത് ഇന്നും ഉണ്ടായി. 4 പേർ ചാടിയിറങ്ങി ബസ് തടഞ്ഞു. പോലീസുകാർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നീട് പോലീസുകാരെത്തി അവരെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷമാണ് പിറവത്തേക്ക് കടന്നത്. പിറവത്തേക്ക് പോകുമ്പോൾ മുളന്തുരുത്തിയിൽ വെച്ച് വീണ്ടും ഒരു കരിങ്കൊടി പ്രതിഷേധം. 2 കരിങ്കൊടി പ്രതിഷേധം, ഒരു കരുതൽ തടങ്കൽ. ഇത് നവകേരള സദസ്സിലെ പ്രതിഷേധത്തെ നമുക്ക് ഇങ്ങനെ ചുരുക്കി വിശേഷിപ്പിക്കാം. 2 കരിങ്കൊടി പ്രതിഷേധം, ഒരു കരുതൽ തടങ്കൽ. അർജുൻ മട്ടന്നൂർ, ഇന്ന് തൃക്കാക്കരയിൽ പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി ശ്രദ്ധയൂന്നിയത് എന്തിലാണ്? ഈ സജി ചെറിയാന്റെ പരാമർശം, അതിന് പിന്നാലെ KCBCയുടെ വിമർശനം, ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുകയായിരുന്നു തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രി മറ്റ് ആമുഖങ്ങളില്ലാതെ തന്നെ ആ വിഷയത്തിലേക്ക് കടന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമത്തെക്കുറിച്ചാണ്. അതിൽ ഇത്തവണ ക്രിസ്മസ് ഇല്ല. ഇത്തവണ പോപ്പ് തന്നെ പറഞ്ഞതാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ച അവിടെ ക്രിസ്മസ് ഇല്ല. സമാനമായ രീതിയിൽ മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അക്രമം നടക്കുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ അവിടെ മൗനം പൂണ്ട ഈ കേന്ദ്ര സർക്കാർ പിന്നീട് ഒരു സൗഹൃദ നീക്കം നടത്തുന്നു. ഇത്തരം നീക്കങ്ങൾ കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയുമെന്ന് 4 വോട്ടിന് വേണ്ടിയാണെന്ന് അല്പസമയം മുമ്പ് പറഞ്ഞു. അതെ, 4 വോട്ടിന് വേണ്ടിയാണ് ഈ സൗഹൃദ നീക്കം എന്നും മുഖ്യമന്ത്രി പറയുന്നു. അത്തരത്തിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ പ്രസ്താവനയോടെയാണ് ഈ നവകേരളത്തിന്റെ ഈ വേദിയിൽ തുടങ്ങിയത്. മാത്രവുമല്ല, അത് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ട സജി ചെറിയാന്റെ വിഷയവും തുറന്നുണ്ടായ KCBCയുടെ പരാമർശങ്ങളും അതൊക്കെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രവുമല്ല, KCBCയുടെയും സീറോ മലബാർ സഭയുടെ ഒക്കെ തന്നെ ആസ്ഥാനമായ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വളരെ സ്വാധീനമുള്ള, സഭകൾക്ക് വളരെ സ്വാധീനമുള്ള തൃക്കാക്കര മണ്ഡലത്തിലെ പരിപാടിയിൽ, അതുപോലെ തന്നെ പിറവം മണ്ഡലത്തിലെ പരിപാടിയിലും ഇതേ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ഓക്കെ, ഇവിടെയാണ് ചോദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ. നവകേരള സദസ്സും പശ്ചിമേഷ്യയും ഗാസയും മണിപ്പൂരും ഒക്കെ തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ നവകേരള സദസ്സ് ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മതനിരപേക്ഷതയുടെ വികസനത്തിൻ്റെ മോഡൽ, ആ മോഡലിനെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രമം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തുനിന്നും നിരവധി വർഗീയ കലാപങ്ങളും കലാപ കലുഷിതമായ അന്തരീക്ഷങ്ങളും ദിനംപ്രതി റിപ്പോർട്ട് ചെയ്ത്
സ്വൈര്യ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിൽ കേരളം സമാനതകളില്ലാത്ത മാതൃകയാണ് ഈ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വളർത്തിയെടുത്തത്. ഒരു മതനിരപേക്ഷതയുടെ വലിയ സന്ദേശം തന്നെ കേരളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മണിപ്പൂർ കലാപത്തിന്റെ മാസങ്ങളായിട്ടുള്ള അലകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മണിപ്പൂർ കലാപത്തെ തുടർന്ന് ഹരിയാനയിലടക്കമുള്ള കലാപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലും മതനിരപേക്ഷ കാഴ്ചപ്പാട് തകർന്നു പോകാതെ എങ്ങനെയാണ് ജനാധിപത്യ സർക്കാർ പ്രവർത്തിക്കേണ്ടത്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിവിധ മതവിശ്വാസത്തിലുള്ള ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തെളിയിച്ചു തരുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. KCBCയുടെ ആസ്ഥാനത്തെത്തുമ്പോൾ മണിപ്പൂരിനെ ഓർമ്മിക്കുന്നു, മുസ്ലിം ലീഗ് കൂടുതൽ അല്ലെങ്കിൽ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള പ്രദേശത്തെത്തുമ്പോൾ പലസ്തീനെ ഓർമ്മിക്കുന്നു. അത് വർഗീയതയെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയല്ലേ സർക്കാരിന്റെ സംഘാടനത്തിലൂടെ? അല്ലല്ല, ഒരിക്കലുമല്ല. ഇതിപ്പോ ഇന്ന് ആദ്യമായി പറയുന്ന സാഹചര്യമല്ല. മണിപ്പൂര് നവകേരള സദസ്സിന്റെ മുൻവേദികളിലും കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ പലസ്തീൻ വിഷയം അതാത് ദിവസം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പ്രതിപാദിച്ചിട്ട് പോയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ സന്ദേശം വികസന അജണ്ടയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഓരോ ദിവസം ഉയർന്നു വരുന്ന ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് പ്രതികരിച്ചു പോവുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. അതിനെ അത്തരം രൂപത്തിൽ കണ്ടാൽ മതി. ബിഷപ്പ് കേന്ദ്ര സർക്കാരിന്റെ സന്ദർശനം സ്വീകരിച്ച് ബിഷപ്പുമാർ അവിടെ പോകുന്നതിനെ 4 വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് നവകേരള സദസ്സിലെ കേരള വികസനവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും സാർ? കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലുമെല്ലാം ഇതിലും വലിയ സന്ദേശങ്ങൾ മുന്നോട്ട് വച്ച് BJP നേതാക്കന്മാരെല്ലാം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിക്കാനും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കണ്ട് ഈസ്റ്റർ സന്ദേശം കൊടുക്കാനും ക്രിസ്മസ് സന്ദേശം കൊടുക്കാനും എല്ലാം ആഹ്വാനം ചെയ്തിട്ട് നേരെ നമ്മൾ കണ്ടത് മണിപ്പൂർ കലാപമാണ്. മണിപ്പൂർ കലാപത്തിന്റെ ഭാഗമായി നിരവധി ആരാധനാലയങ്ങൾ തകർന്ന് 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്ന് പറഞ്ഞാലും ഇരു ഗോത്ര വിഭാഗത്തിലും പെട്ട പ്രത്യേക വംശത്തിൽപ്പെട്ടവരെ മാത്രം കേന്ദ്രീകരിച്ച് ആക്രമിച്ചതും ആരാധനാലയങ്ങൾ തകർത്ത സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ പച്ചയായി നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് വീണ്ടും ഈ ക്രിസ്മസ് വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയം എങ്ങനെയാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള വികസനത്തെ മുൻനിർത്തിയുള്ള ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട വിഷയമായി തീരുന്നത്? ഇത് ശരിക്കും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ, ആ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും നവകേരള സദസ്സിന്റെ ആദ്യഘട്ടം മുതൽ തുറന്നു കാണിക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണം അല്ലല്ല, ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ തരത്തിലുള്ള തത്വങ്ങളെയും തകർക്കാൻ രാഷ്ട്രീയ അജണ്ട വച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെയും നവകേരള സദസ്സിന്റെ ഭാഗമായി തുറന്നു കാണിക്കാൻ പക്ഷേ സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് ഈ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് ശരിയാണോ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അല്ല, ഈ കേരളം എന്ന സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന പലതരത്തിലുള്ള മോഡലുകളെ തകർക്കാൻ നടത്തുന്ന ശ്രമം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും. എന്താണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കായിട്ടുള്ള ബദൽ, കേന്ദ്ര സർക്കാരിന്റെ പല ജനങ്ങളെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ, എങ്ങനെയാണ് ജനാധിപത്യ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഒരു ബദൽ, ഇത്തരത്തിലുള്ള ബദലുകളെ തകർക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് എന്ന് അടിവരയിടുന്നതാണ് ഇന്ന് തൃക്കാക്കരയിലും അല്പസമയം മുമ്പ് പുറത്ത് മുഖ്യമന്ത്രി നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ. അല്ലല്ല, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ തകർക്കുന്നു, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു, അതുപോലെ തന്നെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, അതുപോലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായിട്ടുള്ള തത്വങ്ങളെ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർത്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നു. ഈ 4 കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോ മണിപ്പൂരിലെ പ്രതിപക്ഷ നേതാവോ പറയുന്നത് മനസ്സിലാക്കാം. ശരി, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ മണിപ്പൂർ കലാപത്തെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതിൽ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത, മുഖ്യമന്ത്രിയുടെ കഴിവുകേട്, അരാജകത്വം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷേ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് കേന്ദ്ര സർക്കാർ 4 വോട്ടിന് വേണ്ടിയാണ് ബിഷപ്പുമാരെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന്റെ കണ്ണിൽ പച്ചയ്ക്ക് രാഷ്ട്രീയവും വർഗീയതയും പറയലാണ്. മിസ്റ്റർ അരുൺ, ഈ രാജ്യത്തിന് മതമില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് പാടില്ല. ആ കൃത്യമായിട്ടുള്ള പ്രത്യേകമായി നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന തത്വങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കേന്ദ്രീകരിച്ച് ഭരണാധികാരികളും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം പോകുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആഭ്യന്തര ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി അജണ്ട വച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് കൃത്യമായി BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ രാഷ്ട്രീയം അല്ല, BJP വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളത് LDFന്റെ പ്രചരണ യോഗത്തിൽ പറയാം. കേരള സർക്കാരിന്റെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർക്കാർ പരിപാടിയിൽ BJP വിരുദ്ധ രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഒറ്റ പ്രശ്നം, എന്തുകൊണ്ടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമം നടത്തുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കേന്ദ്രത്തിന്റെ കടം, സംസ്ഥാനത്തിന്റെ കടം, മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ കേരളം എന്ന സംസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമം
കൃത്യമായിട്ടുള്ള BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ മണിപ്പൂരിൽ എന്തിലേക്ക് പോകണം? അതിൽ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. കഴിഞ്ഞ എല്ലാ നവകേരള സദസ്സിലും മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ബിഷപ്പ് ഹൗസിലേക്ക് എത്തുമ്പോൾ, KCBCയുടെ ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മണിപ്പൂരിലേക്ക് പോകുന്നു. അത് അത്തരത്തിൽ കാണണ്ട. നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ മണിപ്പൂരിലെ ഒരു സാഹചര്യവും ആ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിയും അതുപോലെ തന്നെ ആ സംഭവം തുടർന്ന് അത് കലാപം അവസാനിച്ചു പോകാതിരിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അതിനെ നിലനിർത്താനും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ രാഷ്ട്രീയ വിശദീകരണം എന്നതാണ് പറയുന്നത്. ഞാൻ BJPയിലേക്ക് വരാം. അതിനു മുമ്പ് UDFന്റെ പ്രതിനിധി ശ്രീ ജലീൽ, നിങ്ങൾ ഈ ആചാരം പോലെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കുന്നു, ആ കരിങ്കൊടി കാണിച്ചതിന് ശേഷം മാറിപ്പോകുന്നു, ഈ ആൾക്കാർ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ കുറച്ച് നേരം കരുതൽ തടങ്കലിൽ വെക്കുന്നു. അന്ന് കണ്ട വലിയ പ്രതിഷേധത്തിന്റെ വലിയ മൂർച്ചയൊന്നും ഇന്ന് കണ്ടില്ലല്ലോ. നിങ്ങളുടെ പ്രതിപക്ഷത്തെ MLA ഭരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമെല്ലാം തണുത്തോ? അല്ല, അന്ന് അതിനർത്ഥമില്ല. ഞങ്ങള് പൊതുവെ അക്രമാസക്തമായ ഒരു സമരം ഒരു കാലത്തും ചെയ്യുന്നവരല്ല. സമാധാനപരമായ സമരമാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ പോലീസ് മാത്രമല്ല ഒരു പറ്റം ഗുണ്ടകളെയും ഉപയോഗിച്ച് അത്തരം സമരങ്ങളെ നിരന്തരമായി വേട്ടയാടെയും മർദ്ദിക്കപ്പെടുന്നു. അവിടെ പ്രതീകാത്മകമായി മർദ്ദിച്ചില്ലല്ലോ അല്ലേ? കാര്യമായി മർദ്ദനമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് മർദ്ദിക്കുമോ എന്ന് ചോദിച്ചല്ലോ നമ്മൾ സമരം ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങൾ, ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എന്നും നിലനിൽക്കണം. കാരണം അത്ര ഗൗരവമുള്ള വിഷയമാണ്. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള അവകാശം. ഒപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സ്പോൺസേഡ് രാഷ്ട്രീയ പ്രചരണമായി ഇത് മാറുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് അത് പറയാനും ജലീൽ ഇപ്പോൾ ലീഗിന്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ. UDFന് മൊത്തത്തിൽ ഈ സർക്കാരിന്റെ നവകേരള സദസ്സിനോടുള്ള സമീപനം എന്താ? കോൺഗ്രസ് തീവ്രമായിട്ട് അതിനെ പ്രതിഷേധിക്കുന്നു. ലീഗിന്റെ ശബ്ദം ഒന്നും ഉയർന്നു കേട്ടില്ല. അല്ലില്ല, ഞങ്ങൾ ഇതിനെതിരെ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ആരെയും പ്രതിഷേധിക്കാൻ കണ്ടില്ലല്ലോ. യൂത്ത് ലീഗിൽ എന്താ ഇവിടെ തൃക്കാക്കരയിൽ അണികളില്ലേ? ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിലും ചെയ്ത മേഖലകളുണ്ട്. വളരെ കുറച്ച് നാമമാത്രം പേരിന് വേണ്ടി. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ഇതിനോട് യോജിക്കുന്നതല്ല. ഇത് ഞങ്ങളുടെ നേതാക്കൾ അത്തരം ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്. പക്ഷെ മണിപ്പൂരിൽ ലീഗ് പോയതാണല്ലോ മണിപ്പൂരിലേക്ക്. അപ്പൊ ലീഗ് മണിപ്പൂരിലേക്ക് പോയി അവിടെയുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ആ ന്യൂനപക്ഷത്തോട് രാഷ്ട്രീയമായി ഐക്യപ്പെടുന്നുവെന്ന് ലീഗും പാണക്കാട് തങ്ങളും ഒക്കെ പറഞ്ഞു. ഇന്ന് ആ വിഷയമാണ് മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ വന്ന് പറഞ്ഞത്. BJPയുടെ കേന്ദ്ര നേതൃത്വം ബിഷപ്പുമാരെ വൈനും കേക്കും കൊടുത്ത് വിളിക്കുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ലീഗല്ല, ഇപ്പോൾ അത് ഇടത് സർക്കാരാണ്. ഞങ്ങൾക്ക് ആ നിലപാടിൽ മാറ്റമില്ല. പക്ഷേ അതിന്റെ പേരിൽ സഭയെയോ മേലധ്യക്ഷന്മാരെയോ അവഹേളിക്കുന്നതിനോട് ഞങ്ങൾ യോജിപ്പില്ല. അത്തരം സമീപനമല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ അവര് സ്വന്തമായി നിലപാടെടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രബുദ്ധമായ ഒരു സമൂഹവും അതിന്റെ നേതൃത്വവുമാണ്. അവരാരും BJPക്ക് വോട്ട് ചെയ്യും എന്ന നിലപാടിലേക്ക് എത്തിയതായി ഞങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. സജി, ഇതിപ്പോൾ അഡ്വക്കേറ്റ് KS അരുൺകുമാർ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇത് തൃക്കാക്കരയിൽ പറയും, കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സ് പറയും. എന്താണ് ന്യൂനപക്ഷങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ? അത് മണിപ്പൂരിൽ ചെയ്യുന്നതാണെങ്കിലും ശരി, ഇസ്രായേൽ വിഷയത്തിലാണെങ്കിൽ, വിദേശ നയത്തിൽ വരുത്തിയ മാറ്റമാണെങ്കിലും ശരി, അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുകയാണ്. അത് LDFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യമല്ല, പകരം സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ഉദ്ദേശമാണ്. അത് സർക്കാർ നിർവഹിക്കുന്നു. കേരളം മതേതരമായി തുടരണമെങ്കിൽ, ഒരു മണിപ്പൂരാകാതിരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും BJPയും അകറ്റി നിർത്തണമെന്ന സന്ദേശമാണ് സർക്കാർ പറയുന്നത്. അതെങ്ങനെയാണ് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമാകുന്നത്? സജി, ശ്രീ അരുൺകുമാർ തന്നെ അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഇവിടെ മത്സരിക്കാൻ പറ്റുന്ന CPM-കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അവിടെ തന്നെ ഒരു സമുദായത്തിന്റെ ആളെ ഒരു സഭയുടെ മുന്നിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ഒരു പരീക്ഷണം നടത്തിയ നാളാണ് തൃക്കാക്കര. അരുൺകുമാറിന്റെ ബോർഡ് വായിക്കേണ്ടി വന്നു. ഞാൻ പറയാം. അല്ല, ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്. ഞാൻ പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവസരവാദ രാഷ്ട്രീയമാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ അത് മലപ്പുറം ഭാഗങ്ങളിലെല്ലാം ആ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പാലസ്തീന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ അടുത്ത കാലത്ത് BJPയുടെ ഒരു നിലപാട്, BJP സ്നേഹയാത്ര നടത്തി. അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് 48ഓളം കുടുംബങ്ങള് 2 ദിവസം മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിയിൽ കുടുംബങ്ങളോട് ഒന്ന് ചേർന്നു. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി അടക്കം അതാണ് ഇത്രയധികം സജി ചെറിയാൻ അടക്കമുള്ള ആളുകളെ ക്ഷോഭിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെ നിലപാടെന്താ? BJP അല്ലെങ്കിൽ സംഘപരിവാർ ക്രൈസ്തവ സമൂഹം മറ്റ് മത ന്യൂനപക്ഷങ്ങളോട് സൗഹൃദം കാണിക്കണം.
നമ്മൾ സൗഹൃദം മണിപ്പൂരൊക്കെ കാണിക്കുമ്പോൾ മുമ്പിൽ അങ്ങനെ സൗഹൃദം കാണിക്കാൻ പറ്റും. അല്ലല്ല, നമ്മൾ സൗഹൃദത്തിന് വേണ്ടി കേരളത്തിലെ നിലയിൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ, യഥാർത്ഥത്തിൽ ഇവിടെ നവകേരള സദസ്സ് എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ ഉദ്ധാനത്തിനും അല്ലെങ്കിൽ വികസനത്തിനും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി തിരുത്തിയ എന്താ, ഇവിടെ പ്രശ്നത്തിന് പരിഹാരമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു രാജകീയമായിട്ടുള്ള രീതിയിൽ എഴുന്നള്ളത്ത് നടത്തുന്നല്ലാതെ ഇവിടെ യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നല്ല. പക്ഷെ ജനങ്ങള് കാണുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാല് ഇവിടെ അരുൺകുമാർ പറഞ്ഞത് ഇതിന് നേരെ വിരുദ്ധമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ഏത് സംസ്ഥാനം ഭരിച്ചാലും അവർക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു, കേരളത്തിലെ ദേശീയപാത വികസനത്തില് ഇതുവരെ ഗഡ്കരി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വന്നെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഇപ്പൊ ഈ തൃക്കാക്കരെ ഗഡ്കരിയും പറഞ്ഞു, പിണറായി വിജയൻ ഇരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടെ, ഭരണം എന്നുള്ളത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ എല്ലായ്പ്പോഴും രാഷ്ട്രീയം കാണണമെന്നുള്ള നിലപാട് BJPക്ക്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിയുടേതായിട്ടുള്ള നിലപാടുകൾ പറയും. അത് 370ന്റെ കാര്യത്തിലായാലും കോവിഡിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ധനസഹായ പദ്ധതി വരുമ്പോൾ കേരളത്തെ മറന്നു. അങ്ങനെയല്ല, നിങ്ങള് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് സാമ്പത്തിക മേഖലകളില് കേന്ദ്രം ചെയ്തിട്ടുള്ള തുകകള് അതിനെപ്പറ്റി എന്താണ് ഇവര് സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ചെയ്യില്ല. കാരണം എന്താ അറിയോ, അല്ല ഞാൻ പറയട്ടെ, സത്യാവസ്ഥ വരും. കാരണം എന്താ അറിയോ, ഇപ്പൊ ഈ കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവരുടെ മുന്നണിയായിരുന്നല്ലോ. മറ്റൊരു കാര്യം, ഇവർ രണ്ടും ഒരു മുന്നണിയല്ലേ അല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോ ഇന്ത്യ കുത്തുമുന്നണിയിലെ ഘടകകക്ഷികളാണ് അല്ലേ? ഈ മുന്നണിയും ഭാരത മുന്നണി എന്തുമായിക്കോട്ടെ, അതിലെ 2 ഘടകകക്ഷികളാണ്. അപ്പൊ ഇവര് തമ്മിൽ പറയുന്ന അല്ലെങ്കിൽ ഈ ചക്രവർത്തി പോരാട്ടത്തിൽ യാതൊരു കാര്യമില്ല. ഇവിടെ നേരിടുന്നത് ഈ 2 കക്ഷികൾക്കെതിരെ BJPയാണ്. BJP വെക്കുന്ന നയങ്ങൾ അത് കഴിഞ്ഞ 9 വർഷമായിട്ട് ഭാരതത്തിൽ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് ലോകം കാണുന്നു. പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് തൃക്കാക്കരയിലും പിറവത്തുമൊക്കെ മുഖ്യമന്ത്രി മണിപ്പൂരിനെ ഉദാഹരിക്കാനുള്ള കാരണം ചിലരെങ്കിലും മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ മറന്ന് BJPയിലേക്ക് പോകാൻ ക്രിസംഖി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ്. അരുൺ, അത് കാരണം ഇവര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടത്തിക്കൊണ്ടുവന്ന പ്രചരണങ്ങളുണ്ട്. അത് UDF ആയാലും LDF ആയാലും. പക്ഷെ ഈ മാധ്യമങ്ങളുടെ വലിയ കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തു പോകുന്ന യുവാക്കൾ, അത് മുസ്ലിം യുവാക്കളായാലും ക്രൈസ്തവ വിഭാഗങ്ങളായാലും, അവര് ലോകത്തിന്റെ പുറത്തു നിന്ന് ലോകത്തെ കാണുമ്പോൾ ഇവരുടെ പ്രചരണവും ഈ BJP അല്ലെങ്കിൽ NDAയുടെ അല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇമേജും നടപ്പിക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ധാരാളം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ തന്നെ ധാരാളം ഇന്ത്യക്ക് പുറത്തുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ആളുകൾ എന്നോടും അല്ലെ ഇവിടുത്തെ സഭയോടും പറയുന്നു, ഇന്നത്തെ ഭാരതത്തിന്റെ അല്ലെ പുരോഗതിക്ക്, കേരളത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം പിന്നിൽ നിൽക്കണം എന്നുള്ള അവർ മറന്നിട്ടുണ്ടാവും. മണിപ്പൂരിലെ 140 പേരെ ചാമ്പലാക്കിയത് മറന്നിട്ടുണ്ടാവും. 50,000-ലധികം പേര് വീട് നഷ്ടപ്പെട്ടു. അവരെ നോക്കുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വികസനം, ഭാരതത്തിന്റെ ലോകത്ത്. ഇപ്പൊ ഞാൻ അവിടെ ആണെങ്കിൽ ഇവിടെ സംസാരിക്കേണ്ട ആലുവയിലെ പെൺകുട്ടികള്, കൊച്ചു പെൺകുട്ടികളുടെ കാര്യം ഇവർ സംസാരിക്കുന്നുണ്ടോ? കേരളത്തിലെ കൊലപാതകത്തെ പറ്റി സംസാരിക്കുന്നുണ്ടോ? ഇവിടെ പെൻഷൻ കിട്ടാതെ ആളുകള് ആത്മഹത്യ ചെയ്യുന്നത്, പിച്ചച്ചട്ടി എടുത്ത് വനിതകള് അല്ലെ അമ്മമാര് റോഡിൽ ഇറങ്ങുന്നതിനെ പറ്റിക്കല്ലേ ഇവര് സംസാരിക്കേണ്ടത്? ഇവര് ഇവിടുത്തെ വളരെ ബോധപൂർവം ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചോദ്യം ഇതാണ് സജി, അതായത് മണിപ്പൂരിനെ മറന്ന് നിങ്ങൾ കേരളത്തെ മാത്രം നോക്കൂ എന്നതാണോ ഇപ്പോൾ സജി പറയുന്ന ഒരു കാര്യം? ക്രിസ്തീയ മതവിഭാഗങ്ങൾക്ക് മണിപ്പൂരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തീയ സഹോദരങ്ങൾ അവരുടെ സഹോദരങ്ങളാണ്, അവരുടെ വിശ്വാസത്തിന്റെ പാത പിന്തുടരുന്നവരാണ്. അവിടെ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും തമ്മിലൊരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവുന്നു. കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ ഏറിയ പങ്കും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അരുണിന്റെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. കേന്ദ്രത്തിലെ ഒരു മന്ത്രി അദ്ദേഹം കേരളം സന്ദർശിക്കുകയാണ്. ആലുവയില് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തൊട്ടടുത്ത ദിവസം ഈ തൃക്കാക്കര, കാക്കനാട് അടക്കം ഇവിടെ കോളനികൾ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരികയാണ്. അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ അവിടെ അഗ്നിക്കിരയാക്കുന്നു. അദ്ദേഹം വിങ്ങി പൊട്ടിക്കൊണ്ടുപോയി. ഇത് ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ആ കാര്യങ്ങളെ അതിനെ നമ്മൾ ലഘൂകരിക്കുക. നാനാ വൈവിധ്യങ്ങളുള്ള വലിയൊരു സംസ്കാരമാണ്. ആരും ലഘൂകരിച്ചു? അവിടെ പ്രധാനമന്ത്രി പോയില്ല.
പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് ഞാൻ 13 സെക്കൻഡിനപ്പുറം കാര്യമായി ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾ പാർലമെന്റിൽ അതിലെ ചെയ്യാനായിട്ട് ഇന്ത്യക്കൊരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഇന്ത്യക്കൊരു ഭരണ സംവിധാനമുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാല് ആ മുറിവണക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ നിങ്ങൾ മണിപ്പൂരിനെ പോലല്ല. ഞാൻ പറയാം, ഈ മണിപ്പൂരിന്റെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഈ മണിപ്പൂരിന്റെ മുൻ മുഖ്യമന്ത്രി അടക്കം 15 BJP നേതാക്കന്മാര് ഡൽഹിയിൽ വന്ന് കാത്തുകിടന്നു പ്രധാനമന്ത്രി ഒന്ന് കാണാൻ, ഒരു നിമിഷം തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ. പ്രധാനമന്ത്രി ഒരു മിനിറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ മുന്നിലൂടെ അമേരിക്കയിൽ പോയി, ഫ്രാൻസിൽ പോയി, ജപ്പാനിൽ പോയി, UAE പോയി തിരിച്ചു വന്നു. ഇതിനിടയിൽ കർണാടകത്തിൽ വന്ന് 15 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഇതുവരെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ആകെ പറഞ്ഞത് മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരായി നടത്തിച്ചത് ലോകം മുഴുവൻ കണ്ടപ്പോ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് 13 സെക്കൻഡിൽ പറഞ്ഞതല്ലാതെ മണിപ്പൂരിലെ കലാപത്തെ കുറിച്ച് ഒരക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. മലപ്പുറം അമിത്ഷാ പോയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോയിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ലോകത്തുള്ള ഏത് സാഹചര്യം ഞാൻ പറയാം ലോകത്തുള്ള ഏത് സാഹചര്യങ്ങളിലും പ്രതികരിക്കാൻ ശേഷിയുള്ള ശക്തനായ പ്രധാനമന്ത്രി എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മലപ്പുറം ജില്ലയുടെ മാത്രം വലിപ്പമുള്ള, മലപ്പുറം ജില്ലയേക്കാൾ താഴെ ജനസംഖ്യയുള്ള ആ മണിപ്പൂരിലെ കലാപം അടിച്ചമർത്താൻ 10 മിനിറ്റ് വേണമോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്? ഏറ്റവും വലിയ സേനയുള്ള ഇന്ത്യ എന്തുകൊണ്ട് കഴിഞ്ഞ 5 മാസമായി ഈ കലാപം അടിച്ചമർത്തിയില്ല, അവസാനിപ്പിച്ചില്ല? അതാണ് ചോദ്യം. അരുണേ, ഇന്ത്യയുടെ സേന ഇന്ത്യക്കാരെ വെടിവെച്ചു കൊള്ളാനുള്ളതല്ല. അവിടെ ആ മെയ്ത്തെ വിഭാഗത്തിലായാലും കുക്കെ വിഭാഗത്തിലായിട്ടുള്ളതായാലും അതിനെ അല്ലല്ല, അതിനു വേണ്ടിയുള്ളതല്ല. ഞാൻ പറഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ അവര് 2 വിഭാഗങ്ങൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. ആയിക്കോട്ടെ, ആ വിഭാഗങ്ങളിലുള്ള അവര് ഒരിക്കലും പൂർണ്ണമായിട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാര് തന്നെ ഈ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടുണ്ട്. അപ്പം അല്ലല്ല, അമ്പലവും അത് നിങ്ങൾ കണക്കെടുക്കണ്ട. കേന്ദ്രമന്ത്രിയുടെ വീട് വരെ കത്തിച്ചില്ലേ ഇന്ത്യ ഭരിക്കുന്ന മന്ത്രി. ആ ഒരു പരിസ്ഥിതിയെ അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയെ ഏറ്റവും അനുകൂലമായി അവർക്ക് വേണ്ട രീതിയിൽ കൊണ്ടുവരുന്നതിനല്ലേ അതിനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ആഭ്യന്തരമന്ത്രിയുണ്ട്. എന്താണ് ഈ മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചെയ്തത്? നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് കലാപം കെട്ടുപോയതാണ്. എങ്ങനെ കെട്ടുപോയി? സ്വാഭാവികമായി 140 മനുഷ്യര്, 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ വീട് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയി. അവർ വീടിന് പുറത്താക്കപ്പെട്ടു, അവർക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അരുൺ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ വൈവിധ്യമാർന്നിട്ടുള്ള നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഏറ്റവും സമചിത്തതയോടെ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പരിഹാരത്തിനുവേണ്ടിയാണ് BJP. അതുകൊണ്ടാണ് അങ്ങനെയല്ല. ഇതിനേക്കാളും എത്രയോ പ്രശ്നങ്ങളുള്ള കാശ്മീരിൽ ഇപ്പൊ സമാധാനം കൊണ്ടുവന്ന് എങ്ങനെയാണ്? അതിന് സമയമെടുത്തു കൊടുക്കും, അതിനുവേണ്ട സമയമെടുക്കും. നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇവരുടെ ഈ തെറ്റായ അജണ്ടയ്ക്ക് പോകാതെ കേരളത്തിലെ നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. മണിപ്പൂരിൽ നിന്ന് നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വരൂ എന്നാണ് BJP-യുടെയും പ്രതിപക്ഷത്തിന്റെയും വെല്ലുവിളി. ഇന്ന് തൃക്കാക്കരയിലും പിറവത്തും കണ്ടത് മണിപ്പൂരിനെ മുൻനിർത്തിയുള്ള പ്രധാനപ്പെട്ട വിശദീകരണങ്ങളാണ്. സർക്കാരിന്റെ ചെലവിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണോ ഈ നവകേരള സദസ്സിലൂടെ എന്ന ചോദ്യത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മണിപ്പൂരിനെ കുറിച്ചും BJP-യെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ. ഇനി നവകേരള സദസ്സ് സമാപിക്കാൻ 2 മണ്ഡലങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുന്നു. 138 മണ്ഡലങ്ങളിലെയും പര്യടനം പൂർത്തിയാകുമ്പോൾ കേരളം ഒറ്റ ശബ്ദത്തിൽ ചോദിക്കുന്നു, എന്തുണ്ട് കേരളത്തിന് മിച്ചം നവകേരള സദസ്സ് കൊണ്ട് എന്നതാണ്. നമുക്കാദ്യം ജനങ്ങളുടെ കൂടി പ്രതികരണം എടുത്തു വരാം, അതിനുശേഷം അതിഥികളിലേക്ക് തിരിച്ചു വരാം. എന്താണ് സുഹൃത്തെ, കുറച്ചു നേരമായി താങ്കൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞോ. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന നവകേരള സദസ്സ് വിജയമാണെന്ന് ഇപ്പോ ഇവിടെ CPM-നെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമാൻ അരുൺജി പറയുന്നുണ്ട്. പക്ഷേ ഈ നവകേരള സദസ്സിനെ നമ്മളെ അടിമാലിയിൽ മറികടത്തി വെള്ളം മൂടി പൊതിപ്പിച്ച് കിടത്തി എന്നുള്ള വാസ്തവം. കാരണം ആ മറികടത്തി ഹൈക്കോടതി പോയിക്കൊണ്ട് ഈ നവകേരള സദസ്സിന്റെ എല്ലാ ശോഭയും കെടുത്തി. സദസ്സിലെ ജനക്കൂട്ടം പാർട്ടി പ്രവർത്തനമല്ലാതെ ഒരു ജനങ്ങളെ ഇവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, പരാതി സ്വീകരിക്കുന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് തുടക്കം കുറിച്ചത്. പക്ഷേ കോട്ടയത്തെ ചാഴിക്കാടൻ MLA തന്നെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചുകൊണ്ടും ഇത് പരാതി സ്വീകരിക്കാനുള്ള സദസ്സല്ല. 6 ലക്ഷം പരാതി സ്വീകരിച്ചു. 6 ലക്ഷം പരാതി സ്വീകരിച്ചെങ്കിൽ ഇവര് ഏതിനാണ് പരിഹാരം കണ്ടെന്ന് ഇവരും പറഞ്ഞിട്ടില്ല.
45 ദിവസം വേണം. 45 ദിവസം കൊണ്ട് ഈ നവകേരള സദസ്സ് സമാപിക്കും. അപ്പൊ ആരോടും മറുപടി പറയണ്ട. അതുകൊണ്ടാണ് 45 ദിവസം നീണ്ട അവധി എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പരാതി കിട്ടിയാൽ പെട്ടെന്ന് പരിഹരിക്കുന്നത് എങ്ങനെയാ? അതാത് ദിവസം പരിഹരിക്കുന്നത് എങ്ങനെയാ? ഈ കേരളത്തിൽ മുഴുവൻ ഭരണ സംവിധാനം ഉണ്ടായിട്ട് ഇവർക്ക് ഒരു മണിക്കൂറുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പരാതി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വേണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അത് വില്ലേജ് ഓഫീസർ പരിശോധിക്കണ്ടേ? വില്ലേജ് ഓഫീസർ ഇവിടെ ഈ കേരളം മുഴുവൻ ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ഭരണ സംവിധാനം ഉണ്ടായിട്ട് പോലും ഈ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി 45 ദിവസം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഈ നവകേരള സദസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കേരള സംസ്ഥാനം പട്ടിണിയിലാണെന്നുള്ള കാരണം ഈ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ പട്ടിണി? ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല. 3 മാസമായാലും 1 മാസമായാലും കൊടുക്കണ്ടേ? ഇത്രയും വലിയ വീമ്പ് പറയുന്ന പിണറായി വിജയൻ ഈ ആളുകളെ പാവപ്പെട്ടവരെ പെൻഷൻ കൊടുക്കണം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ക്രിസ്മസ് അതിന്റെ സപ്ലൈകോയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മേയറും MLA ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇട്ടിട്ട് പോയി. കാരണം എന്താണെന്ന് അറിയോ? അവിടെ ഒരു സാധനമില്ല. കടയുടെ മുമ്പില് ബാനർ ഉദ്ഘാടനത്തിന് മാത്രം ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് MLA-ക്കും മേയർക്കും തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളുടെ പെൻഷൻ, KSRTC ജീവനക്കാരുടെ ശമ്പളം, ഏത് മേഖല എടുത്താലും 2 ഗഡുക്കളായിട്ട് ശമ്പളം കൊടുത്തു തീർത്തു. അത് ഹൈക്കോടതിയുടെ ഇടപെട്ടതിന് ശേഷം ഇവിടെ സർക്കാർ കണ്ണു തുറക്കുന്നത്. ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടം മേടിക്കാനുള്ളതിന് അവകാശം ചോദിച്ചോണ്ടാണ്. അതാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളതിനും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഇരുന്ന് ജനങ്ങളോട് കൂടുതലായിട്ട് പറഞ്ഞു. അല്ലല്ല, ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് പൈസ തരാനുണ്ടെന്നാണ് ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും പറയുന്നത്. അതൊരു കോടതിയിൽ പോയിട്ട് അവർ പറയുന്നത് പരിധി കൂട്ടണം. അവര് ചെയ്യുന്നത് പറഞ്ഞു തീർത്തിട്ട് അവര് ഇവിടെ കേന്ദ്രം പാസ്സാക്കുന്ന ഓരോ നിയമത്തിനെതിരെയും നിയമസഭ കൂടി പ്രമേയം പാസ്സാക്കുന്നു. എന്നാ പിന്നെ ഈ ജനങ്ങളോട് പറയാം ഇത്ര 50,000 കോടി രൂപ തരാനുണ്ടെന്ന് സുപ്രീം കോടതി പോയാൽ പോരെ? കോടതി തീർപ്പാക്കിയിട്ട് 50,000 കോടി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. കോടതി പോയത് കടമെടുപ്പിന്റെ പരിധി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഗവൺമെന്റ് അല്ലാതെ സർക്കാർ പണത്തിന് വേണ്ടിയിട്ടല്ല. അത് കേരളത്തിലെ ജനങ്ങളെ കളിപ്പിക്കുകയാണ്. എന്താ ഇവിടെ അഭിപ്രായം പറയാൻ വന്നല്ലോ നേരത്തെ? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നേരത്തെ കൊടുത്തിരുന്ന എന്ത് വികസനം എന്നാണ് നിങ്ങൾ ഈ പറയണത്? എന്താണ് ദേശീയപാതയിലെ കേരളത്തിന് മാത്രം? കേരളത്തിലെ ദേശീയപാതയിൽ 6,250 കോടിയാണ് കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നത്. ആയിക്കോട്ടെ, 4,000 കാശ് വേറെ സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയല്ലേ? ഈ 1,600 രൂപ BJP ഭരിക്കണ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഭൂമി അത് 72-ല് ദേശീയപാത വികസനം പ്രഖ്യാപിച്ചിട്ട് അന്ന് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ് വേണ്ട രീതിയിൽ കേരളത്തെ സഹായിക്കായിരുന്നോണ്ടല്ലേ? ഇവിടെ കേന്ദ്രം CPM ഭരിച്ചിട്ടില്ലല്ലോ സുഹൃത്തെ. ശരി ശരി. അപ്പൊ താങ്കൾ പറയുന്നത് അങ്ങനെ കേരളത്തോട് പക്ഷപാതപരമായ ഒരു സമീപനമുണ്ട് കേന്ദ്രത്തിന്. തീർച്ചയായിട്ടും അല്ലേ? അത് കേരളത്തിനോട് വിളിച്ചു പറയേണ്ടത് ഈ സർക്കാരിന്റെ തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി അത് തന്നെ പറഞ്ഞാണ് നവകേരള സദസ്സ് നടത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സഹായങ്ങൾ കിട്ടുന്നില്ല. കലാപം, 4 വോട്ട്, ഇതൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. അത് രാഷ്ട്രീയമാണല്ലോ. അത് അവരുടെ വർഗീയ നിലപാട് പറയണമല്ലോ. സർക്കാരല്ലേ അവരുടെ വർഗീയ നിലപാട് പറയണ്ടേ? ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോ കേന്ദ്ര സർക്കാർ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. സാറേ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സംസ്ഥാനം ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇഷ്ടം പോലെ പണങ്ങളും നമ്മുടെ ഇഷ്ടം പോലെ പണമൊന്നുമില്ല, പണമല്ല, സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആകെ പോയി, കയ്യിൽ പോയി. അപ്പൊ ഇവിടുന്ന് പറഞ്ഞോ സൗഹൃദ വിഷയം സാർ. മുഖ്യമന്ത്രിയും മന്ത്രിസഭ മുഴുവനും കൂടെ കാക്കനാടേക്ക് വന്നപ്പം തൃക്കാക്കരയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിച്ചു കിട്ടും, ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കും എന്നാണ്. അതിനു പകരം മണിപ്പൂരിലെ വിഷയവും ഹമാസിന്റെ വിഷയവും ഒക്കെ പറഞ്ഞ് ഇവിടുത്തെ ബിഷപ്പുമാരെ ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് സമയം ചെലവഴിച്ചത്. ഞങ്ങളിവിടെ വഴിയിൽ കിടക്കുകയാണ്, ഞങ്ങളുടെ ജീവിതം മുഴുവൻ വഴിയിൽ കാത്തു കിടക്കുകയാണ്. ഈ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെ മാറ്റും? ഇവിടുന്ന് ബ്രഹ്മപുരം പോലെ ഉള്ളിടത്ത് ഇനിയും തീ പിടിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് ഓടും? ഇവിടെ കുടിവെള്ളമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. 4 ദിവസത്തിലൊരിക്കലാണ് വെള്ളം കിട്ടുന്നത്. ഈ വക പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം എല്ലാ മന്ത്രിമാരും കൂടി ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്
മണിപ്പൂരിലെ കാര്യങ്ങളിൽ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബിഷപ്പുമാരെ എങ്ങനെ പെരുമാറണമെന്നും ബിഷപ്പുമാരെ പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ കേട്ടത്. ഇത് വളരെ സങ്കടമുണ്ട്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക്. ഈ നവകേരള സദസ്സിൽ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി മാറി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. ഓക്കെ, അരുൺകുമാർ, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു സാധാരണ തൃക്കാക്കരയിലെ വോട്ടർ പറയുന്നു, തൃക്കാക്കരയിലെ ജനങ്ങളുടെ ജീവിതം പരിഹരിക്കുന്നതിന് എന്താണ് ഈ നവകേരള സദസ്സ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചു വന്നു. പക്ഷെ അവിടെ കേട്ടത് മണിപ്പൂരും ഹമാസും ഒക്കെയാണ്. അവർക്ക് വേണ്ടത് ഈ കുരുക്ക് പരിഹരിക്കുന്നതിനെ കുറിച്ചാണ്. ബ്രഹ്മപുരത്തിന്റെ ശാശ്വത പരിഹാരമാണ് അവർക്ക് ആവശ്യം. പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ആകെ കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നത് 64 ലക്ഷം പേർക്കാണ്. അത് വളരെ ചെറിയ തുകയുള്ളൂ. ബിജെപിയുടെ പ്രതിനിധിയാണ്, എനിക്കറിയാം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് തുക ഞാൻ പറയാം. അതായത് 80 വയസ്സിന് പറയട്ടെ 80 വയസ്സിലുള്ളവർക്ക് 500 രൂപ, 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവർക്ക് 300 രൂപ, വിധവകൾക്കും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് 200 രൂപ, അങ്ങനെ 7 ലക്ഷത്തിൽ താഴെ പേർക്കുള്ള പെൻഷൻ 2021 ജനുവരി മുതൽ 2023 ഒക്ടോബർ വരെ കുടിശ്ശിക. 10-35 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പൊ ആ കുടിശ്ശിക തന്നത്, അല്ലാതെ കേന്ദ്രം തന്നിട്ടല്ല കേരളത്തിൽ വിതരണം ചെയ്തത്. ഇവിടെ 2-3 മാസത്തെ കുടിശ്ശികയുണ്ട്. പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയില്ലേ എന്നാണ് ജലീലിന്റെ ചോദ്യം. പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയാൽ ആകെ കിട്ടുന്നത് 700 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത്. ഇവിടെ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ 900 കോടി രൂപ വേണം. അതുകൊണ്ട് എടുത്ത് വെക്കണമായിരുന്നു എന്നാണ് അല്ലേ? അല്ല, ഞാൻ പറയട്ടെ കാലങ്ങളായി വീഴ്ച കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. UDF ഭരിച്ചപ്പോ 18 മാസം അതാണ് പ്രശ്നം. ഞങ്ങള് ഇവര് പറയുന്നത് വർദ്ധിപ്പിച്ചു എന്നാണ്. അല്ല, 18 മാസം നിങ്ങൾ കൊടുത്തില്ല. പിന്നീട് ആര് കൊടുത്തു? LDF കൊടുത്തു. അതായത് 18 മാസത്തെ നിങ്ങൾ 600 രൂപയുള്ളൂ അന്ന്, വെറും 600 രൂപ. അതായത് ഈ കേരളത്തിൽ പെൻഷൻ ഞാൻ പറയട്ടെ 100 രൂപ കൂട്ടി നായനാർ ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ പെൻഷൻ കൊണ്ടുവന്നത്. അന്ന് 45 രൂപ. അത് നിങ്ങൾ മൊത്തം 600 രൂപ വരെ ആയി. 2010 നിങ്ങളുടെ ഗവൺമെന്റ് പോകുമ്പോ അത് ഇപ്പൊ 1600 രൂപയായി. അന്ന് 18 മാസത്തെ കുടിശ്ശികയും പ്ലസ് 4 മാസത്തെ എക്സ്ട്രയും കൂടി. പക്ഷെ അന്ന് സിവിൽ സപ്ലൈസിൽ സബ്സിഡിയുള്ള സാധനം കിട്ടുമായിരുന്നു. അത് ഞാൻ പറയട്ടെ, പെൻഷന്റെ കാര്യത്തിൽ ഇവർ പറ്റിയ കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയത്. 2, ഇദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പൊ കേരളത്തിന് കിട്ടാനുള്ള തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും സംശയമുണ്ട്. കൃത്യമായി സുപ്രീം കോടതിയെ സമീപിച്ച് ചോദിച്ചത് വിവിധ ഹെഡുകളിൽ ഇങ്ങ് തരാനുള്ള തുക കിട്ടണം എന്നത് തന്നെയാണ്. കടമെടുക്കാനുള്ള തോത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം 3+ അധികമാണ്. നമ്മുടെ മാത്രം 2.5 വെട്ടിക്കുറച്ചു. അതെങ്ങനെ പറ്റും? ദേശീയപാത അതോറിറ്റി കേന്ദ്രത്തിന്റെ പുറത്താണല്ലോ. അവർ 11 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. ആ കടം കേന്ദ്രത്തിന്റെ കടത്തിൽ പെടുന്നില്ല. അവർക്ക് യാതൊരു മാനദണ്ഡവും ഇല്ല. 6.8% കടമെടുക്കുന്നു. കേരളത്തിന്റെ 2.5 വെട്ടിക്കുറച്ചപ്പോഴാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി തകർക്കുന്ന നയത്തെ സുപ്രീം കോടതി നേരിടും, ഡൽഹിയിൽ പോയി സമരം നടത്തി നേരിടും. ഈ നവകേരള സദസ്സ് ഒന്ന് കഴിഞ്ഞോട്ടെ, ശക്തമായിട്ടുള്ള സമരം കാണാം. പക്ഷേ അപ്പോഴും നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചതുപോലെ തൃക്കാക്കരയുടെ പ്രശ്നം, പിറവത്തിന്റെ പ്രശ്നം, കുന്നത്തുനാടിന്റെ പ്രശ്നം, അത് കേൾക്കാൻ വരുന്ന മനുഷ്യരോട് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മിസ്റ്റർ ഡോക്ടർ അരുൺ, ഈ കൊച്ചി മെട്രോ എത്ര കോടി 10 കോടി ഉമ്മൻചാണ്ടി തുടങ്ങിയതൊന്നുമല്ല. LDF-ഉം UDF-ഉം അതിൽ നിർണായകമായിട്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ശക്തമായിട്ട് പദ്ധതി നടക്കുമ്പോൾ LDF ഞാൻ പറയട്ടെ ജലമെട്രോ ചോദിച്ചോട്ടെ ജലമെട്രോ ഞാൻ ചോദിക്കട്ടെ, 6 മാസം കൊണ്ട് 10 ലക്ഷം പേര് 6 മാസം കൊണ്ട് ഈ ജലമെട്രോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ജലമെട്രോ ഉണ്ടാക്കിയത് LDF അല്ലേ എന്നാണ് ചോദ്യം. എവിടെയെങ്കിലും ഉണ്ടോ ജലമെട്രോ? ആ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ എത്ര കാലമായി? എത്ര കാലമായാലും 6 മാസം കൊണ്ട് 10 ലക്ഷം പേർ യാത്ര ചെയ്തു. 8 മാസം കൊണ്ട് 15 ലക്ഷമായി. ഈ കൊച്ചിയിലെ 10 ദ്വീപുകളെ കൂട്ടിയോജിപ്പിക്കാൻ പാകത്തിന് ജലമെട്രോ പൂർണ്ണമായി പൂർത്തീകരിച്ചാൽ ഇത്രയും ചരിത്രപരമായിട്ടുള്ള വികസനം ലോകത്ത് ഒരിടത്തുമില്ല. അതൊക്കെ മെട്രോ, കൊച്ചി മെട്രോ തുടങ്ങി. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിലേക്കുള്ള അവസാനത്തെ സ്റ്റേഷൻ ഈ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. ടെട്രോപാഡ് വിഴിഞ്ഞ് നമുക്കറിയാം. ഈ ചെല്ലാനം ഓരോ മഴ വരുമ്പോഴും ചെല്ലാനത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം കൃത്യമായി ചരിത്രപരമായി പൂർത്തീകരിച്ചു. ഇനി ഒറ്റ വീട്ടിലും വെള്ളം കയറില്ല. കണ്ണമാലി ആ വികസന പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ തൊട്ടടുത്തേക്ക് നോക്ക്. ഞാൻ പറയട്ടെ, ഗിഫ്റ്റ് സിറ്റിയുടെ വ്യവസായ ഇടനാഴികയുടെ വികസന പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ ജനറൽ ആശുപത്രി ഉണ്ടല്ലോ, അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തി പൂർത്തീകരിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ ജനറൽ ആശുപത്രി ഇടം പിടിച്ചു. ക്യാൻസർ സെന്റർ അത് ഇവിടെയൊന്നും അല്ല ചേട്ടാ, ചരിത്രം പഠിക്കുക. അതൊക്കെ വേറെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ കെട്ടിടത്തിന്റെ പണി ഏറ്റവും ഗംഭീരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസനം എന്തെന്ന് ഈ എറണാകുളം ജില്ല അറിയുന്നത് ഈ 1.5
വർഷം കൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ. തൃക്കാക്കരയിലാണ് സംസാരിക്കുന്നത്. തൃക്കാക്കരയിലെ ഏറ്റവും അഭിമാനമാണ് സ്മാർട്ട് സിറ്റി. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അന്ന് 246 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തു. അതിന്റെ 63% ഇപ്പോഴും 63 ഏക്കർ ഇപ്പോഴും നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൈമാറാൻ കഴിയും. പദ്ധതിയായി ആ പദ്ധതി മുന്നോട്ട് പോകുന്നില്ല. അവിടെ നമ്മൾ അന്ന് 10 വർഷത്തെ കരാറാണ് വെച്ചത്. ഇന്നിപ്പോ നവകേരള സദസ്സ് സ്മാർട്ട് സിറ്റിയെ കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലേ? 2011 ഈ കരാർ ഒപ്പിടുമ്പോൾ 21 കരാർ പൂർത്തിയാക്കണം. അതനുസരിച്ച് 90,000 പേർക്ക് തൊഴിലും നമ്മൾ 80,000 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അരുൺകുമാർ നോക്കൂ, സ്മാർട്ട് സിറ്റിയെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കാതെ മണിപ്പൂരിലെ വർഗീയതയെ കുറിച്ച് സംസാരിച്ചു. അതാണ് തൃക്കാക്കരയുടെ പ്രതിഷേധം. തൃക്കാക്കര സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക്, സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇത് മൂന്നുമാണ് തൃക്കാക്കരയുടെ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതയിൽ ഏറ്റവും പ്രയോജനപ്പെടുത്തേണ്ടത്. ഇൻഫോ പാർക്ക് കഴിഞ്ഞ 7 വർഷമായി അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ, അതുപോലെ അതിന്റെ ഭൂമിശാസ്ത്രപരമായ ടെറിട്ടറി, അതിന്റെ എല്ലാം വികസനം ഏതാണ്ട് 15-20 മടങ്ങ് വർദ്ധിച്ച് ഇൻഫോ പാർക്ക് ഏറ്റവും ചരിത്രപരമായിട്ട് സ്ഥലമായി മാറി. സ്പെഷ്യൽ എക്കണോമിക് സോൺ അതിന്റെ ഉൽപാദന രംഗത്തും എക്സ്പോർട്ടിന്റെ രംഗത്തും ചരിത്രപരമായിട്ടുള്ള നേട്ടം നേടി ഏറ്റവും വലിയ നേട്ടം കൊയ്യുന്നു. സ്മാർട്ട് സിറ്റിയുടെ കാര്യം ചോദിച്ചല്ലോ. എല്ലാ തരത്തിലും പ്രവർത്തിക്കാനുള്ള ജനസഭ ചോദിക്കുന്ന ചോദ്യം, നമുക്ക് പ്രതിനിധികളുടെ ചോദ്യങ്ങളിലേക്ക് കൂടി പോവാം. എന്താണ് ചേട്ടൻ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതേ, ഈ തൃക്കാക്കര നിയോജക മണ്ഡലം വർഷങ്ങളായിട്ടും കോൺഗ്രസ് MLA ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 30 കൊല്ലമായിട്ടും കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ഈ MLA ഇവിടുത്തെ MLA കുടിവെള്ള പ്രശ്നത്തിന് ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകളും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇപ്പൊ നിലവിൽ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫ്ളാറ്റുകളുടെ ഇത് കൊണ്ട് കുടിവെള്ള പ്രശ്നത്തിനും മാലിന്യ പ്രശ്നവും, അതുകൂടാണ്ട് ഇവിടെ ഈ റോഡിൽ കൂടി അഴുകിയ ഈ മാലിന്യമാണ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഞാനിവിടെ വണ്ടി ഈ പല ആളുകളും ഈ മഴക്കാലത്ത് തെന്നിയൊലിച്ച് വീഴുകയും പല പുറത്തുനിന്ന് വരുന്ന ശാശ്വത പരിഹാരം ആയിട്ടില്ല. ഈ പഴയ കാലത്ത് വിശ്വനാഥ മേനോൻ ഉള്ളപ്പോൾ ഉള്ള ഒരു ടാങ്കാണ് ഇപ്പൊ നിലവിൽ കുടിവെള്ളത്തിനുള്ളത്. ഈ പല സംസ്ഥാനത്തു നിന്നും വന്ന ആളുകളെല്ലാം തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. പക്ഷെ ഇതിനൊക്കെ പരിഹാരം നവകേരള സദസ്സ് കാണുമെന്ന് തോന്നുന്നുണ്ടോ? നവകേരള സദസ്സിലും കൂടി ഇത് കാണണമെന്നാണ് എന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് UDFന്റെ കൂടി ഞാൻ തിരിച്ചു വരാം. അതിന്റെ മറുപടി അങ്ങ് പറയണം. MLA കുറിച്ചുള്ള ചോദ്യമാണ്. അതിന് മുമ്പ് UDFന്റെ ഒരു പ്രതികരണം കൂടെ നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. എന്താണ് നവകേരള സദസ്സിനെ കുറിച്ചുള്ള പ്രതികരണം? ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതി തൃക്കാക്കരയിൽ വിഭാവനം ചെയ്യുന്നില്ല. ഒരു കാര്യം അതാണ്. MLA ആരുടെ ആയിരുന്നു? UDFന്റെ അല്ലേ? MLA അല്ല പദ്ധതി വിഭാവനം ചെയ്യേണ്ടത്, സർക്കാരാണ് വിഭാവനം ചെയ്യേണ്ടത്. സൂപ്പർ മുഖ്യമന്ത്രി എന്ന പേരിലുള്ള ബെന്നി ഭരിച്ച ഒരു MLA ഒരു പദവിയുള്ള സൂപ്പർ മുഖ്യമന്ത്രി എന്ന പദവിയുള്ള ബെന്നി ബെഹനാൻ ഭരിച്ച മണ്ഡലമാണ് തൃക്കാക്കരയിൽ. എന്തും ചെയ്യാമായിരുന്നു എന്നാണ്. ഇൻഫോ പാർക്ക് വിപുലമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പക്ഷേ വിപുലമായ റോഡ് സൗകര്യം ഇവിടെ ഇല്ല. ഇത് കൊണ്ടുവരുന്ന സർക്കാർ എവിടെയായിരുന്നു? MLA ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പരിമിതിയുണ്ട് സാർ. അല്ല, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും MLA പരിമിതിയുണ്ടോ? ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും MLA പരിമിതി ഉണ്ടായിരുന്നോ? കേന്ദ്രത്തിൽ, ഉമ്മൻചാണ്ടി സംസ്ഥാനത്ത്, MLA UDFന്റെ. തൃക്കാക്കര മണ്ഡലം ഇങ്ങനെ ആയതിന് ഉത്തരവാദി ആര്? ബാബു MLA, 5 വർഷം ബെന്നി ബെഹനാൻ, 5 വർഷം PT തോമസ്, 35 വർഷമായിട്ട് 1/2 നൂറ്റാണ്ട് കാലം ഇവരുടെ MLA ആയിരുന്നു. ഇവരുടെ തന്നെ MP. ഇവിടെ കുടിവെള്ളമില്ല. പണ്ട് വിശ്വനാഥ മേനോൻ കൊണ്ടുവന്ന ചെറിയ കുടിവെള്ളം 7 വർഷമായിട്ട് പിണറായി വിജയനാ ഉണ്ടായോ? അതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം. ശരി, UDF പ്രതിനിധിയുടെ മറുപടി കൂടി നമുക്ക് കേൾക്കാം. അർജുൻ, 35 വർഷമായി UDFന്റെ MLA ഉള്ള മണ്ഡലത്തിലാണ് കുടിവെള്ള പ്രശ്നം, അതേപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രശ്നം, ഇതൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. വികസിച്ച് ഫ്ലാറ്റുകളൊക്കെ വന്ന് കൂടുതൽ കുടിവെള്ള ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. 190 MLD വാട്ടർ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി ഒരു സ്കീമിന് PT തോമസ് ഉള്ളപ്പോൾ രൂപം കൊടുത്ത് HMDയുടെ സ്ഥലം സർക്കാർ വിട്ടുകൊടുക്കാനുള്ള ധാരണയായി. എന്നിട്ട് ആ സ്ഥലം LDF മാറ്റിക്കൊടുത്ത് ആ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല.
45 MLD. അത് PT തോമസ് കൊടുത്ത കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ LDF സർക്കാർ തയ്യാറായില്ല. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് തുടക്കം കുറിച്ചാണ് സ്ഥലം വിട്ടുകൊടുക്കാനുള്ള ഏർപ്പാടുള്ളതാണ്. പക്ഷെ ഇവരത് അട്ടിമറിച്ചു എന്ന് മാത്രമല്ല MP നിങ്ങളുടെ MLA നിങ്ങളുടെ നഗരസഭ നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ തൃക്കാക്കരയിലെ എല്ലാം നിങ്ങളുടെ ഒരൊറ്റ പദ്ധതി കുടിവെള്ള പദ്ധതി ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. MLA നിങ്ങളുടെ ആയിട്ടും MP നിങ്ങളുടെ ആയിട്ടും കുടിവെള്ള പദ്ധതി പ്രാദേശികമായി നടപ്പിലാക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ഇത് ആലുവപ്പുഴയിൽ നിന്ന് ആലുവപ്പുഴയിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് ആ പദ്ധതിയാണ് ഇവർ അട്ടിമറിച്ചത് എന്ന് മാത്രമല്ല 45 MLD വെള്ളം അടിച്ചു കയറ്റി ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പുതിയ നൂതനമായ പദ്ധതി LDF ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് അത് നടപ്പാക്കും. ശാശ്വതമായി വെള്ളത്തിനുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. പുതിയ പദ്ധതിയുമായി വന്ന് നിങ്ങൾ ഈ നുണ പറയുന്നത് എത്ര നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്? ആദ്യം ജനങ്ങൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം വ്യവസായത്തിന് കൊണ്ടുപോകാം. രാജീവ് അതല്ല വ്യക്തമായി അറിയേണ്ടത് PT തോമസിന് തൃക്കാക്കര മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഒരു കുടിവെള്ള പദ്ധതി PT തോമസിന് ഉണ്ടായിരുന്നു. കിഫ്ബിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ശ്രീ PT തോമസ് ആണ്. ഈ കിഫ്ബി പ്രകാരം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ സജസ്റ്റ് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അല്ല, കിഫ്ബി പദ്ധതി എതിർത്തതുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നാണ് ചോദ്യം. രാഷ്ട്രീയ വൈരാഗ്യം നിങ്ങൾ തീർക്കും. PT തോമസ് എതിർത്താലും കിഫ്ബിയുടെ പദ്ധതിയുടെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പാടുണ്ടോ? ഒരു പദ്ധതി ഇവിടെ സജസ്റ്റ് ചെയ്യണ്ടേ? ഒരു പദ്ധതിയുടെ നിർദ്ദേശം വെക്കണ്ടേ? ഒരു രൂപ പോലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതാ. ഒരു രൂപ പോലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ചുറ്റുപാടും തൃപ്പൂണിത്തുറ ഇതൊക്കെ M സ്വരാജ് MLA ആയിരുന്നു. അവിടെ രാമമംഗലം പുഴയിൽ നിന്ന് കോടിക്കണക്കിന് ടൺ വെള്ളം ഇങ്ങോട്ട് സപ്ലൈ ചെയ്ത് ടൗണിലെ കോർപ്പറേഷൻ അതിർത്തിയിലെ മുഴുവൻ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നത് ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഒരു പദ്ധതി പോലും ഇവിടെ സജസ്റ്റ് ചെയ്തില്ല, ഒരു ഒറ്റ പദ്ധതി. അതാണ് അടുത്ത ചോദ്യമുള്ളൂ. ഇപ്പോഴെങ്കിലും ഇപ്പോഴത്തെ MLA ആ തെറ്റ് തിരുത്തുവോ? അല്ല, കിഫ്ബി എതിർക്കുന്ന പരിപാടി എതിർക്കുന്ന രാഷ്ട്രീയമായി കേരളത്തിന്റെ സാമ്പത്തിക നിലയ്ക്ക് ചേരാത്ത വിധത്തിലുള്ള പദ്ധതികളുമായി അതാണ് കുടിവെള്ള പ്രശ്നമായി LDF അവതരിപ്പിക്കുന്നത്. കുടിവെള്ളം മാത്രമല്ല. സജി എന്തൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. തീർന്നില്ല. മാലിന്യ പ്രശ്നത്തിന് ബ്രഹ്മപുരത്താണ് നമ്മൾ ഇത് ചെയ്തിരുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ അവിടെ തീപിടിച്ചതിന് ശേഷം ഇപ്പോ BPCL-മായി കരാർ ഒപ്പിട്ട് അവിടെ തൃക്കാക്കരയോട് കൂടി മാലിന്യം സംസ്കരിക്കാനുള്ള ഇടം തരണം എന്നാവശ്യപ്പെട്ടിട്ട് സർക്കാർ സമ്മതിക്കുന്നില്ല. പകരം ഇനിയിപ്പോ ഇല്ലെങ്കിൽ BPCL-ന് അധികമായി ചെലവാകുന്ന തുക കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറാണെന്ന് പറഞ്ഞു. സമ്മതിക്കുന്നില്ല. ഇനി ഇല്ലെങ്കിൽ ബ്രഹ്മപുരത്ത് കുറച്ച് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് തന്നാൽ ഒരു പ്ലാന്റ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞു. സർക്കാർ സമ്മതിക്കുന്നില്ല. ഈ പദ്ധതികളെ മുഴുവൻ തുരങ്കം വെക്കുന്നത് ഇവരാണ്. അത് വളക്കി വാങ്ങിയ സ്ഥലം BPCL-ന് കൊടുക്കാം, മുനിസിപ്പാലിറ്റി കൊടുക്കാൻ പാടില്ല. മുനിസിപ്പാലിറ്റിക്ക് വിലക്ക് നിങ്ങൾ സ്ഥലം കണ്ടെത്താത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. പോലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം അത്തരം ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം കിട്ടാൻ കുഴപ്പമില്ല. എങ്കിൽ ഇങ്ങോട്ട് കൊച്ചി കോർപ്പറേഷൻ സ്ഥലം കണ്ടെത്താതെ അതുപോലെ നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. ശരി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി സജി വളരെ പെട്ടെന്ന്. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള, എനിക്ക് ഇതുപോലെ വെറുതെ പറഞ്ഞു പോകാനല്ല, ഞാൻ കൃത്യം ചില കണക്കുകൾ വെച്ച് പറയുകയാണ്. ഈ രണ്ട് ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പ് ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നുമല്ല, ഇവര് പറയാൻ പോലെ സമ്മതിക്കാൻ എന്തുകൊണ്ടാണെന്നറിയാം. ഈ 2019 ഇന്ത്യയില് 29 കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിച്ചു. 2019 ഇന്ത്യയിൽ അനുവദിച്ചു. അതിലൊന്ന് ഈ തൃക്കാക്കരയ്ക്കാ കൊടുത്തത്. അതായത് കേരളത്തിന് കൊടുത്തു, ജമ്മു കാശ്മീരിന് കൊടുത്തു, അരുണാചൽ പ്രദേശിന് കൊടുത്തു. 19 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അരുണാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും അടക്കം ആയിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാലയം. മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി. PT തോമസ് ഇവിടുത്തെ MP, ഞാൻ മന്ത്രി രാജീവിനോട് നേരിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച ആ കേന്ദ്രീയ വിദ്യാലയം. ഇവിടെ കുറെ പ്രാവശ്യം ഇവിടെ ഭരിക്കുന്ന ആരാ? കോൺഗ്രസ് ആണ്. സംസ്ഥാനത്താരാണ് മുഖ്യമന്ത്രി? ഞാൻ രാജീവ് മിനിസ്റ്ററോട് നേരിട്ട് സംസാരിച്ച. ഇതുവരെ 2019 തുടങ്ങിയിട്ട് ഇതുവരെ ആ സ്ഥലം എടുത്തു കൊടുത്തിട്ട് തൃക്കാക്കരയ്ക്ക് മാത്രം അനുവദിച്ച ആ കേന്ദ്രീയ വിദ്യാലയം അതിനെന്താണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ? എന്തുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികൾ അത് ചെയ്യാത്തത്? നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമല്ലേ? തൃക്കാക്കരയിലെ കിഴക്കൻ പ്രദേശത്ത്
സ്ഥലം രൂപപ്പെടുത്തി അവിടെ ഈ വിദ്യാലയം സ്ഥാപിക്കാനുള്ള അതാണ് ഇവരുടെ അവസ്ഥ. അനുമതി കിട്ടുന്നില്ല. ചെയ്യണ്ടേ? റവന്യൂ വകുപ്പ് അവരുടെ അല്ലേ, വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ അല്ലേ? നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം, കേന്ദ്രം കേരളത്തോട് രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നു എന്ന് ആരോപിക്കുന്ന നിങ്ങൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ മണ്ഡലങ്ങളിലേക്കും രാഷ്ട്രീയ വൈരാഗ്യം വ്യാപിപ്പിക്കുകയാണ്. ഇല്ല, ഒരിക്കലുമില്ല. തൃക്കാക്കര പോലുള്ള മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നതിനെ രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടി സ്ഥലമെടുക്കാനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ MLA ആയിരുന്ന ശ്രീ PT തോമസ് അന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി പോയതല്ലാതെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്ഥലം കണ്ടെത്താൻ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സാധാരണക്കാരന്റെ പ്രതികരണം പറഞ്ഞോളൂ. ഇവിടെ വികസനം നടന്നെന്ന് പറയുന്നുണ്ട്. വികസനം നടന്നില്ലെന്ന് പറയണില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ റോഡുകളൊക്കെ നല്ല വികസനമായിട്ടുണ്ട്. വികസനമായി റോഡുകൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല PWD രാജാവ് വന്ന വഴിയെല്ലാം എഴുന്നള്ളി വഴി എന്നാണ് ഉദ്ദേശിച്ചത്. എഴുന്നള്ളി വഴികളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതാണ് വികസനം നടന്നേക്കണം. അത്രേ ഉള്ളൂ. MLAക്ക് ഇവിടെ വർക്ക് നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്തോ ഇതങ്ങനെ ഒരു ഫണ്ട് കൊടുക്കണില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്തോ ഉമ്മൻചാണ്ടി സാറ് സ്ഥലത്ത് സെയിം സ്ഥലത്താണ് ഇപ്പൊ മുഖ്യമന്ത്രി ജനകീയ സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വെളുപ്പിനായിട്ട് പോലും ആ കളക്ടറേറ്റിൽ നിന്ന് ജനങ്ങൾ ഇവിടുന്ന് അപേക്ഷയും കൊടുത്ത് അതിന്റെ നീക്കുപോക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് ജനസമ്പർക്ക പരിപാടി വളരെ പെട്ടെന്ന് പരിഹാരം. ഇപ്പോ ഇത് ഒരു പരിഹാരം ഉണ്ടായില്ല. ഗാസേനെ കുറിച്ചും മണിപ്പൂരിനെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ആർക്കാണ് ഈ സംഭവം കൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവത്തില്ല. അവരുടെ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ 45 ദിവസമാകാൻ പോകുന്നു. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എത്ര പരാതി പരിഹരിച്ചു? പരാതിയിൽ മെല്ലെപ്പോക്കുണ്ടോ? 50% പരിഹരിച്ചില്ലെങ്കിൽ നവകേരള സദസ്സ് പൂർണ്ണ പരാജയമല്ലേ? ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരാതിക്ക് 15 ദിവസം, അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പരാതിക്ക് കൃത്യമായിട്ട് 45 ദിവസം. 138 മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചു. കൃത്യമായിട്ട് എത്ര പരാതി കിട്ടി, അതിൽ എത്ര നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി, എത്ര പരിഹരിച്ചു എന്നുള്ള കണക്ക് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ വരും. ലക്ഷക്കണക്കിന് പരാതികളാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി പരിശോധിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഒരാളും ആശങ്കപ്പെടേണ്ട. കിട്ടിയ പരാതിയിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി തീരുമാനമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു സംശയം വേണ്ട, പരാതികൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ളത് ഒരു കാര്യമുണ്ട്. ഒരാളുടെ പരാതി പരിഹരിച്ചിട്ടുണ്ട്. പരാതി കൊടുക്കാൻ പോയ തമ്മനംകാരനായിട്ടുള്ള CPM-ന്റെ ലോക്കൽ ആളുടെ കാര്യം തീർത്തു കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം? ഇടിച്ചു കൊടുത്തു എറണാകുളത്ത് വെച്ച്. അതാണ് രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനം അല്ലാതെ ഒരു പരാതി പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആരും ചോദിക്കാൻ പാടില്ല, ആരും ഉരിയാടാൻ പാടില്ല, ആരും പ്രതിഷേധിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഭരിക്കും. ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ കേരളത്തിൽ ഈ കൊച്ചിക്ക് കൊടുത്ത കണക്കുകൾ BJPക്ക് ഉണ്ട്. കൊച്ചിൻ സ്മാർട്ട് ഒരു പറഞ്ഞോട്ടെ, കൊച്ചിയിലെ എറണാകുളം മാർക്കറ്റിന്റെ പുരോഗതി 100 കോടി രൂപയാണ് കൊടുത്തത്. നാരുണേ, നിങ്ങളെവിടാ? നിങ്ങൾ വലിയ പൂജ്യമല്ലേ? ഇന്ത്യ മുന്നണിയിൽ നിങ്ങളുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളുണ്ടോ? ഈ രണ്ടിൽ നിന്ന് ഈ 353 ആകുമെങ്കിൽ ഈ കേരളവും BJP ഭരിക്കും. സംശയപ്പെടണ്ട, നിങ്ങളുടെ ആശങ്കയൊന്നുമില്ല. കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങള്, ക്രൈസ്തവരും മുസ്ലിങ്ങളും അടക്കം 100 ആളുകൾ വരും. കേരളത്തിന്റെ ചരിത്രം സംശയമില്ല. ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതുപോലെ BJPക്ക് ഒരു സദസ്സ് സംഘടിപ്പിക്കാനുള്ള കരുത്തുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികള് ഇതുപോലെ മറവച്ചിട്ടല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ 100 കൂട്ടം പദ്ധതികള് ഓരോ പഞ്ചായത്തിലും വികസന സങ്കല്പ യാത്ര പോവുകയാണ്. 100 കണക്കിന് ആളുകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നു. 100 കണക്കിന് പദ്ധതികള്. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് പോയി ഈ തൃക്കാക്കരയിൽ നിന്ന് വന്ന ആളുകൾക്ക് ഗ്യാസിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വായ്പകൾ കൊടുത്തിട്ടുണ്ട്. ഉജ്ജൽ യോജന നിങ്ങൾ അരുൺ ഒരു കാര്യം സൗജന്യമായി ഒറ്റ ഇതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗവൺമെന്റിന് ഒറ്റയേ ഉള്ളൂ. അരുൺ, നിങ്ങളൊരു മനസ്സിലാക്കൂ, ഈ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഒറ്റ വാക്കി പറഞ്ഞാൽ നയാ പൈസ ഇല്ല. ഈ പൈസ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ വകമാറ്റി ചെല്ലിട്ടുള്ള കോമിക്കുകളാണ്. ഇവിടെ പൈസ ഇല്ല. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായി കിട്ടിയ പൈസയ്ക്ക് കണക്ക് കൊടുക്കുക, ബാക്കി മേടിക്കുക. നവകേരള സദസ്സ് യാത്ര തുടരുകയാണ്. ഇനി 2 മണ്ഡലങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. അതിൽ ഒന്ന് കുന്നത്തുനാടാണ്, മറ്റൊന്ന്
ഈ തൃപ്പൂണിത്തറയാണ്. ഈ രണ്ട് മണ്ഡലങ്ങളും കഴിയുന്നതോടുകൂടി നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയാവും. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു. കാസർഗോഡ് കിട്ടി എത്ര പരാതികൾ പരിഹരിച്ചു എന്ന ചോദ്യം മാത്രവുമല്ല, ഈ നവകേരള സദസ്സ് കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കേരളത്തിന്റെ രൂപരേഖ അതെന്ന് തയ്യാറാകും എന്ന് കേരളം കാത്തിരിക്കുന്നു കാണാൻ. അതിന് സർക്കാരിന് സാധിക്കട്ടെ എന്ന പ്രത്യാശയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ ജനസഭ തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാട് നിന്നും ഗുഡ് ബൈ പറയുന്നു. നാളെ വീണ്ടും നമുക്ക് മറ്റൊരിടത്ത് വെച്ച് ജനസഭയിൽ കണ്ടുമുട്ടാം.